ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓൺ ഡ്യൂട്ടി ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ക്ലിനിക്കിലെത്തി, ക്ലിനിക്കത്തെ വർക്കും കാര്യങ്ങളും പിന്നെ തിരിച്ച് വീട്ടിലോട്ട് എത്തുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണാം. അങ്ങനെ ഞാൻ ആ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ യൂണിവേഴ്സിറ്റി വിട്ടേട്ടോ, നമ്മൾ അംഗനവാടി പോകും. അപ്പോൾ കുറച്ചൊരു സംസാരിക്കാനാണ്. ശരിക്കും ഇതാണ് പോയി വരാനുള്ള റോഡ്. പക്ഷെ ഞാൻ അധികം പോവാറില്ല. ഞാൻ കുറുക്ക വഴി കൂടെ പോവല്, ഓരോരോ വീടിൻ്റെ മുമ്പ് കൂടെ ഒക്കെ ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോവാറ്. എനിക്ക് അങ്ങനെ പോകാനാണ് സുഖം. കാരണം ഇതാ നടന്ന് ഞാൻ റോഡിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റൊക്കെ മതി ക്ലിനിക്കിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നടക്കുകയാണ്. ഇതാ ഒരു വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടാക്കി അതിന് വലൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്, ആരും എടുക്കണ്ട വിചാരിച്ചിട്ടും. അങ്ങനെ നമ്മളെ നാട്ടിലുള്ള സ്കൂളാണിത്. അങ്ങനെതാ നടന്ന് ഞാൻ ഇവിടെ അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. ക്ലിനിക്കിൻ്റെ മുമ്പിൽ ഏകദേശം എത്തിയത് ആ കാണുന്ന ബിൽഡിങ്ങിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ക്ലിനിക്കിൻ്റെ മുമ്പിലെത്തി. ഇതാ ഈ ഷട്ടറൊക്കെ പൊക്കണം, ഞാൻ തന്നെ പൊക്കണം. അങ്ങനെ ആ ഷട്ടറൊക്കെ പൊക്കി. ഇന്നത്തെ ന്യൂസ് പേപ്പർ വന്നേ, അതൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് നോക്കി. അങ്ങനെ അതാ സ്റ്റെയർ കയറുകയാണ്. ആദ്യം ഞാൻ വന്നിട്ടാണ് എൻ്റെ ഡോക്ടർ വരാറ്. ഞാനാണ് ഇവിടെ ഓപ്പണൊക്കെ ചെയ്യൽ. ഞാൻ വന്നൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ എത്താറ്. ഞാൻ ഇവിടെയൊക്കെ ഓപ്പൺ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. അതാ ഡോറൊക്കെ ഓപ്പൺ ചെയ്തു. ഇതാണ് വർക്ക് ചെയ്യുന്ന കറക്റ്റ് ഏരിയ. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതാ പുറത്തത്തെ ബോർഡ് ലൈറ്റിൻ്റെ ഓഫ് ചെയ്യണം. കണ്ടില്ല, ഇതാണ് വർക്കിംഗ് ഏരിയ. ഫാൻ ഇടാം. ഇവിടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ എന്താ ഈ ഡോറ് തുറന്നാൽ ഇവിടെ നമ്മളെ ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യാനും അതേമാതിരി ബാസ്ക്കറ്റൊക്കെ ഉണ്ട് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെതാ ചായ ഉണ്ടാക്കാനുള്ള ഏരിയ, പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ളത്. അങ്ങനെ പിന്നെ ഇവിടുന്ന് നേരെ വേറെ ഡോറുണ്ട്, നേരെ റിസപ്ഷനിക്ക്. ഇവിടെ ഞാൻ അധികം ഇരിക്കാറില്ല. ഞാൻ അധികം ഡോക്ടറുടെ കൂടെയാണ് ഇരിക്കാറ്. എപ്പോഴേലൊക്കെ വന്നിരിക്കലുള്ളൂ. അങ്ങനെതാ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ ഇവിടെ നിന്ന് വേറെ ഡോറ്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാനും പിന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ള ഏരിയയാണ്. പിന്നെ നമ്മളെ ബാത്റൂം. ഇവിടെ നിന്ന് പുറത്തേക്ക് വ്യൂ ഉണ്ട്. അപ്പുറത്തൊക്കെ വീടൊക്കെ ഉണ്ട്. ആ കാണുന്നതാ ഊഞ്ഞാല. അതിൽ കുട്ടികളൊക്കെ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊഞ്ഞാലാടും. നമുക്കിഞ്ഞ് CCTV ഒക്കെ ഒന്ന് ഓണാക്കാണ്ട് അതിന് മുമ്പ് ഡോറിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നോക്കിയിട്ട് തുറക്കുള്ളൂ. എന്നതാ CCTV ഓൺ ചെയ്യുക. AC ഓൺ ചെയ്ത് കറണ്ടില്ല കേട്ടോ, നല്ല മഴയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കറണ്ടൊക്കെ ആദ്യം പോയിക്കണം. കറണ്ടില്ല. കുറച്ച് മീൻകുട്ടികളുണ്ട്. ഇത് ഡോക്ടർ വീട്ടിൽ നിന്ന് ഓടുന്ന കേട്ടോ. അങ്ങനെന്താ അതിന് തീറ്റ ഇട്ട് കൊടുക്കണം. തീറ്റൊക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയർ ഓണാക്കി വെക്കണം. ചെയർ ഓൺ ചെയ്തു. ലൈറ്റ് ഓഫ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കംപ്രസർ ഓൺ ചെയ്യണം. ഇത് ഓണാക്കിയാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെയറിൽ.
പിന്നെ അത് ഓൺ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പറഞ്ഞല്ലോ 2-3 കേസ് ഉണ്ട്. അപ്പോൾ പേഷ്യൻസ് വരുന്നതിന് മുമ്പ് പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം. അങ്ങനെ എക്സ്റേയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മളെ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡോക്ടറാണ്, ആഴ്ചയിൽ വരാറുണ്ട്. റൂട്ട് കനാലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം റൂട്ട് കനാലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ടീ ടൈമായി, ചായ കുടിച്ചു. അങ്ങനെതാ വീണ്ടും പേഷ്യൻ്റ് വന്നു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇംപ്രഷൻ എടുക്കാം കേട്ടോ. ഈ റൂട്ട് കനാൽ കഴിഞ്ഞ് ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്രഷൻ എടുക്കണം, ലാബിൽ അയക്കാൻ വേണ്ടിയിട്ട്. എന്നതാ ഇംപ്രഷൻ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാണ്. കാസ്റ്റ് നമ്മളത് പോറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം മിക്സ് ചെയ്യണം, അതുപോലെ ടാപ്പ് ചെയ്യണം. ബബിൾസ് വരാതെ നമ്മൾ ഈ ട്രയൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഒഴിച്ച് കൊടുക്കണം. പരിപാടിയൊക്കെ കഴിഞ്ഞതാ ക്ലീൻ ചെയ്യാൻ അത്യാവശ്യമുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ, ക്ലീനാക്കി വെക്കാം. അപ്പോൾ വേസ്റ്റൊക്കെ ബാസ്ക്കറ്റിലിടാം. അങ്ങനെതാ ക്ലീൻ ചെയ്യുക. ഇൻസ്ട്രുമെൻറ്റ്സും ട്രേയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് നല്ല വാഷ് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ നല്ലോണം വാഷ് ചെയ്യണം. അങ്ങനെ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞത് അവിടെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഞാനത് അവിടെയൊക്കെ റെഡിയാക്കി. പറഞ്ഞില്ല കുട്ടികളതാ ഊഞ്ഞാലാടണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വെച്ച് അവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ വരും. ഇത് നേരെ ലാബിൽ അയക്കാം. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുവരാറ്. ഞാനും ഡോക്ടറും വീട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ്. അങ്ങനെ ഞാനും ഡോക്ടറൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞത് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ്, ഫ്രീ ആയി. പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ടായിരുന്നു. പേഷ്യൻസിന് കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി. അങ്ങനെ വീണ്ടും പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. വീണ്ടും വർക്ക് തുടങ്ങി. അങ്ങനെ പേഷ്യൻ്റ് പോയി. ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടീ കുടിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതാ വീട്ടിൽ പോകാനുള്ള ടൈം ഏകദേശമായി. കാരണം നമ്മൾ ഈ കംപ്രസറിൻ്റെ എയർ കളയണം. അങ്ങനെ വയറൊക്കെ ഊരിടണം. ഈസി കുക്കിൻ്റെ വയറൂരി. അങ്ങനെ ചെയർ ഓഫ് ചെയ്തു. ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് സെറ്റാക്കണം. എന്നിട്ട് ഇറങ്ങണം. ഞാനും ഡോക്ടറൊപ്പം തന്നെ ഇറങ്ങാറ്. ഒരു 6 മണി 6:15 ആകുമ്പോൾ സാധാരണ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം കേസ് ഉണ്ടായതുകൊണ്ട് ടൈം 6:45 ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ സെറ്റാക്കിയതാ. ഇറങ്ങി ഡോറ് ലോക്ക് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്യാം. ഡോക്ടർ ഇറങ്ങി ലോക്ക് ചെയ്തു. ഡോക്ടർ പോണ്. ഞാനിതങ്ങനെ നടന്നു പോകും. വീട്ടിലെത്തിയിട്ട് ഫ്രഷ് ആവണം, ചായ കുടിക്കണം, ഫുഡ് കഴിക്കണം. അങ്ങനെ ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.